ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് ദ ടോപ്പ് സീക്രട്ട് ഓഫ് സന്ദീപ് മഹേശ്വരി എന്നാണ്. എന്താണോ ഇങ്ങനൊരു വീഡിയോ? ഇവിടെ യൂട്യൂബ് പഠിപ്പിക്കാം എന്നല്ലേ പറഞ്ഞത്? അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഈ സന്ദീപ് മഹേശ്വരി എന്ന് പറയുന്ന വ്യക്തിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഇപ്പോൾ 27 മില്യൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂട്യൂബർ എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുമുണ്ട്. ഈ സന്ദീപ് മഹേശ്വരി എന്ന് പറയുന്ന വ്യക്തി ഒരു സംരംഭകനാണ്. അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്. അത് കൂടാതെ തന്നെ അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതായത് നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. അത് ചെയ്യുന്ന ആളാണ്. അത് സെമിനാറുകൾ പോലെ നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അദ്ദേഹം 1980 സെപ്റ്റംബർ 28 ജനിച്ചത് ന്യൂഡൽഹിയിൽ. അദ്ദേഹം സെന്റ് കൊളംബസ് സ്കൂളിൽ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കിരോരിമാൽ കോളേജിൽ നിന്ന് ബിരുദവും നേടി. ആദ്യം അദ്ദേഹം ചെയ്തത് ഫോട്ടോഗ്രാഫി മേഖലയിലാണ്. മാഷ് ഓഡിയോ വിഷ്വൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. 2002 വെറും 10 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് 122 മോഡലുകളുടെ 10,000 ഷോട്ടുകൾ എടുത്തതിന്റെ ലോക റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഞാൻ നേരത്തെ പറഞ്ഞു പ്രത്യേകതകൾ ഉണ്ടെന്ന്. നമുക്ക് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഇത്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എന്നാൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ വിജയം കൈവരിച്ചിട്ടും ഈ സന്ദീപ് മഹേശ്വരി എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ നിരവധി വെല്ലുവിളികളും പരാജയങ്ങളും നേരിട്ടു. സാമ്പത്തിക തിരിച്ചടികളും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോഡലിംഗ് ഏജൻസി പരാജയപ്പെട്ടു. അപ്പോൾ ഈ അനുഭവങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റുന്നതിലേക്ക് സഹായിച്ചു. മറ്റുള്ളവർ, അതായത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പരാജയങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു. അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നതിന്, അല്ലെങ്കിൽ അവനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്യും എന്ന്. അതോടുകൂടി അദ്ദേഹം ഫോട്ടോഗ്രാഫിയിൽ നിന്ന് മാറി പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറായി. കരിയർ, ബന്ധങ്ങൾ, വ്യക്തിഗത വികസനം, വിജയം കൈവരിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ ധാരാളം സെമിനാറുകൾ, ധാരാളം ക്ലാസുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലാളിത്യമാണ് ഏറ്റവും പ്രസിദ്ധം. ഇവിടെ എന്റെ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിൽ ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥിരം പ്രേക്ഷകനാണ്. എപ്പോൾ ഒരു നെഗറ്റിവിറ്റി തോന്നിയാലും ഞാൻ ഉടനെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണും. തീർച്ചയായിട്ടും 100% പോസിറ്റിവിറ്റിയിലേക്ക് മാറാനായിട്ട് എന്നെ അത് പ്രേരിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ലാളിത്യം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ആപേക്ഷികത, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംസാര ശൈലിയുടെ പ്രത്യേകത. അപ്പോൾ ഈ സന്ദീപ് മഹേശ്വരി തന്റെ മോട്ടിവേഷണൽ വീഡിയോകൾ ഒരു യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ ജനപ്രീതി കുതിച്ചുയർന്നു. സന്ദീപ് മഹേശ്വരി എന്നൊരു ചാനൽ ദശലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ട്. ആ ചാനലിന് ഞാൻ ഓൾറെഡി പറഞ്ഞു 27 മില്യൺ സബ്സ്ക്രൈബർ ആണ് നിലവിലുള്ളത്. അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് പല രീതിയിലുള്ള സെമിനാറുകൾ, അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സെമിനാറുകൾ, അദ്ദേഹത്തിന്റെ ഈ ക്ലാസുകൾ എല്ലാം തന്നെ ഫ്രീ ആണ്. സൗജന്യമായിട്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന സെമിനാറുകളാണ് അദ്ദേഹം നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും സംതൃപ്തകരമായ ഒരു ജീവിതം നയിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു. വലിയ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഇവന്റുകളാണ് ഇത്. ആ പ്രേക്ഷകരെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹം പോസിറ്റീവ് വൈബ്സ് ആണ് നമുക്ക് തരുന്നത്. അതേ പോസിറ്റീവ് വൈബ്സുമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കാണ് ആസാൻ ഹേ. ഹിന്ദിയിലുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഈ ഒരു ആസാൻ ഹേ എന്നൊരു വാക്ക് ഉപയോഗിച്ച് വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും ലളിതമാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ കൂടി പറയുന്നതും നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും നമ്മളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അത് ഉതകുകയും ചെയ്യുന്നത്. ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2013 അദ്ദേഹത്തിന് എന്റർപ്രണർ ഇന്ത്യ സമ്മിറ്റിൽ നിന്ന് ക്രിയേറ്റീവ് എന്റർപ്രണർ ഓഫ് ദ ഇയർ എന്ന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു.
ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് മഹേശ്വരി. വിവിധ ചാരിറ്റി സംരംഭങ്ങളെ സജീവമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിന് തിരികെ നൽകുന്നതിൽ വിശ്വസിക്കുന്ന അദ്ദേഹം വിദ്യാഭ്യാസം, ശിശുക്ഷേമം, മാനസികാരോഗ്യ മേഖല, അതിലുള്ള അവബോധം എന്നിവയ്ക്കുള്ള ക്യാമ്പയിനുകൾ നിരവധി സംഘടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സന്ദീപ് മഹേശ്വരിയുടെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം യൂട്യൂബിനപ്പുറം ആണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തിന് കാര്യമായ സാന്നിധ്യം തന്നെയുണ്ട്. അവിടെ അദ്ദേഹം തന്റെ പോസ്റ്റുകളിലൂടെയും ഇടപെടലുകളിലൂടെയും ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ദിനം പ്രതി എന്നോണം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയപ്പെട്ട ഒരു സംരംഭകൻ അതിൽ നിന്ന് വിജയകരമായി വിജയിച്ച് മുന്നേറുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറിലേക്കുള്ള യാത്രയാണ് സന്ദീപ് മഹേശ്വരിയുടെ ജീവിതം. അതാണ് നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നതും. നമ്മൾ ഒരിക്കൽ പരാജയപ്പെട്ടാൽ നമ്മൾ പിന്നെ ഡിസപ്പോയിന്റഡ് ആയി പോകും. നമ്മൾ പരാജിതനാണ്, നമ്മളെ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. ഒരു കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നം നമുക്കും ഉണ്ടായിരുന്നു, അക്കാര്യത്തിനും ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാതെ നമ്മൾ സ്വയം ഇകഴ്ത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നത്. പകരം നമ്മൾ നമ്മളെ പുകഴ്ത്തുക, നമുക്ക് മറ്റുള്ള കഴിവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അതിലൂടെ ജീവിക്കാൻ ശ്രമിച്ചാൽ, ഇദ്ദേഹത്തിന്റെ പോലെയുള്ള മോട്ടിവേഷണൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളുടെ ജീവിതത്തെ ഉൾക്കൊള്ളാൻ പറ്റും, നമുക്ക് നമ്മളുടെ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന്റെ ചാനലിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ യൂട്യൂബിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഹൈലി ഇൻസ്പിറേഷണൽ ആയിരിക്കും. എന്തിൽ നിന്ന് എന്താകാം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് മുമ്പോട്ട് കാണുമ്പോൾ മനസ്സിലാകും. തീർച്ചയായിട്ടും ഈ വീഡിയോ അല്പം ബോറിംഗ് ആയിരിക്കും, എങ്കിലും മുഴുവൻ കാണുന്ന ആൾക്ക് ഒരു പോസിറ്റീവ് വൈബ് തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നമുക്ക് മുമ്പോട്ട് കാണാം. ഇതാണ് അദ്ദേഹത്തിന്റെ ചാനൽ. നമുക്ക് വെറുതെ ഒന്ന് അദ്ദേഹത്തിന്റെ വീഡിയോകളിലേക്ക് പോകാം. ഇപ്പൊ ഇവിടെ 27.5 മില്യൺ സബ്സ്ക്രൈബർ ആണ് ഉള്ളത്. 565 വീഡിയോസ് ഇന്നലെ വരെ അദ്ദേഹം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയ്ക്ക്, അതായത് 19 മണിക്കൂർ, അതായത് ഈ വീഡിയോ ചെയ്യുന്നതിന് 19 മണിക്കൂറിന് മുമ്പിട്ട വീഡിയോയ്ക്ക് 546K ആണ് വ്യൂസ്. 2 ദിവസം മുമ്പിട്ട വീഡിയോയ്ക്ക് 1.7 മില്യൺ ഉണ്ട്. 5 ദിവസം മുമ്പിട്ട വീഡിയോയ്ക്ക് 683K വ്യൂസ് ഉണ്ട്. 6 ദിവസം മുമ്പിട്ടതിന് 1.4 മില്യൺ. 8 ദിവസം മുമ്പിട്ടതിന് 1 മില്യൺ വ്യൂസ്. അപ്പോൾ ലേറ്റസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന്റെ വീഡിയോസിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പോപ്പുലർ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ വീഡിയോസ് അതൊന്ന് നോക്കാം. ഇതാണ് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞുള്ള വീഡിയോ ആണ്. ഇത് 10 വർഷം മുമ്പ് അദ്ദേഹം ഇട്ടതാണ്. 66 മില്യൺ വ്യൂസ് ആണ് ഇതിലുള്ളത്, അതായത് 660 ലക്ഷം വ്യൂസ്. അടുത്തത് അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് 50 മില്യൺ വ്യൂസ് ആണ് 3 വർഷം മുമ്പ് ഇട്ടത്. അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് 37 മില്യൺ വ്യൂസ് ആണ് 2 വർഷം മുമ്പ് ഇട്ടത്. 35 മില്യൺ വ്യൂസ് 6 വർഷം മുമ്പ് ഇട്ടത്. 25 മില്യൺ വ്യൂസ് 4 വർഷം മുമ്പിട്ടത്. 22 മില്യൺ വ്യൂസ് 2 വർഷം മുമ്പിട്ടത്. ഇങ്ങനെ മില്യൺസിന്റെ കണക്ക് മാത്രമേ ഇദ്ദേഹത്തിന് പറയാനുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം മോട്ടിവേഷണൽ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോയ്ക്കും മില്യൺ വ്യൂസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം വരുമാനം അത്ര കണ്ട് കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ഇവരുടെ വരുമാനം ചെക്ക് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. സോഷ്യൽ ബ്ലേഡ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നമുക്ക് അവരുടെ വരുമാനം ഒന്ന് ചെക്ക് ചെയ്യാം. സന്ദീപ് മഹേശ്വരിയുടെ വരുമാനമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അദ്ദേഹം യൂട്യൂബിൽ റാങ്ക് ചെയ്യുന്നത് 15,050 ആയിട്ടാണ്. 15,050 റാങ്ക് ആണ് അദ്ദേഹത്തിനുള്ളത്. അതായത് 1ാം റാങ്ക് തൊട്ട് 15,000 റാങ്കിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പോൾ 133ാമത് റെക്കോർഡാണ് അദ്ദേഹത്തിന് സബ്സ്ക്രൈബർ കൗണ്ടിലുള്ളത്. ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ടിട്ടുള്ള റാങ്കിൽ വരുന്നത് 3781ാമതാണ്. കൺട്രി വൈസ് വരുന്നത് 47ാമതാണ്. ഇന്ത്യയാണ് കൺട്രി, അവിടെ നമ്മൾ ഫ്ലാഗ് കാണിച്ചിട്ടുണ്ട്. പീപ്പിൾ വൈസ് വരുന്നത് 4ാമത്തെ വ്യക്തി എന്നാണ്. ഇത്രയധികം വ്യൂസ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ വരുമാനം ഇവിടെ കാണിക്കുന്നില്ല. 0,0000 ഇത്രയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നമുക്ക് നോക്കാം.
മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇതിൽ നിന്നുള്ള വരുമാനം വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഹെഡിങ് കൊടുത്തിരിക്കുന്ന വേൾഡ്സ് ലാർജസ്റ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ചാനൽ. ഈ ഒരു ചാനൽ കൊണ്ട് അദ്ദേഹത്തിന് ഓരോ ദിവസവും ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അദ്ദേഹം കോടികൾ ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം 1 രൂപ പോലും ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് മറ്റുള്ള ബിസിനസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം മോട്ടിവേഷണൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ തന്നെയല്ല, വേൾഡിലെ നമ്പർ 1 നോട്ട് ഫോർ പ്രോഫിറ്റ് ചാനലാണ് സന്ദീപ് മഹേശ്വരി. എല്ലാവരും യൂട്യൂബ് ചെയ്യുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് മോണിറ്റൈസേഷൻ തന്നെയാണ്, വരുമാനം. എന്നാൽ ഉണ്ടാക്കാമായിരുന്നിട്ടും അദ്ദേഹം അത് ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇവിടെ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. അദ്ദേഹം ഇതിൽ നിന്ന് പണം സ്വരൂപിക്കണമായിരുന്നു. കിട്ടുന്ന പണമല്ലേ, അത് സ്വരൂപിക്കണമായിരുന്നു. അത് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കണമായിരുന്നു. അർഹരായവരെ കണ്ടെത്തി ആ പണം ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണമായിരുന്നു എന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്ക് സന്ദീപ് മഹേശ്വരിയോടുണ്ട്. അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്ടൈറ്റിൽ കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കണ്ടന്റ് എന്ന്. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ആളുകളെ മോട്ടിവേഷണൽ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നയിക്കുന്ന സന്ദീപ് മഹേശ്വരിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ.